सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം. ഹരിനാമ കീർത്തനം നമുക്ക് ആദ്യം മുതൽ ചൊല്ലാം. നമ്മൾ പഠിച്ച ശ്ലോകങ്ങൾ: നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമ. ഒന്നായ നിന്നേഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽപത മിണ്ടാവതല്ല മമ. പണ്ടേ കണക്കി വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ജ്ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. തോന്നുന്നതാഖിലഖിലം ഞാനിതെന്ന വഴി തോന്നീണമീ വരദ നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. സാക്ഷാൽ കേരളത്തിൻ്റെ ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ ഏറ്റവും ശ്രേഷ്ഠവും പ്രസിദ്ധവുമായ ഹരനാമ കീർത്തനത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങളുടെ അർത്ഥം നമ്മൾ കണ്ടിരുന്നു. നമുക്കിനിയും പഠനം തുടരാം. പുണ്യമഹാത്മാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും ഗുരുപരമ്പരയെയും ഭഗവാൻ നാരായണൻ്റെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് 4ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ. അങ്ങനെയാണ് 4ാമത്തെ ശ്ലോകത്തിലെ വരികൾ. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ
നാരായണായ നമ. നാരായണ സകല സന്താപനാശനം ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അല്ലയോ ഹരി നാരായണ, അങ്ങയെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്നിവിടെ ഗ്രന്ഥകർത്താവ് പറയുകയാണ്. ഹരി നാരായണായ നമ. അവസാനത്തെ വരികളിൽ ആ നാരായണനുള്ള നമസ്കാരം പറയുന്നു. എന്തിന് ഞാൻ അങ്ങയെ വീണ്ടും ഒരു പദ്യം കൊണ്ട് നമസ്കരിക്കണം? എന്തൊക്കെയാണ് ആ പദ്യത്തിലുള്ള സവിശേഷതകളെന്ന് നമ്മൾക്ക് നോക്കാം. അർക്കാനലാദി വെളിവ്. അർക്കൻ, അനലൻ, ആദി, വെളിവ്, ഇങ്ങനെയാണ് വാക്കുകൾ. അർക്കൻ എന്ന് വെച്ചാൽ സൂര്യൻ്റെ പര്യായമാണ് അർക്കൻ എന്ന വാക്ക്. സൂര്യദേവതയെ അർക്കൻ എന്നും വിളിക്കാറുണ്ട്. അനിലൻ, അടുത്തത് അനിലൻ എന്നാൽ അഗ്നിദേവതയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അനിലൻ. അപ്പോൾ അർക്കൻ, അനിലൻ, ആദി. ആദി എന്ന് വെച്ചാൽ തുടങ്ങിയവ. അതായത് സൂര്യദേവൻ, അഗ്നിദേവൻ തുടങ്ങിയവർ ഇവരെന്താണ് നമ്മൾക്ക് നൽകുന്നത്? പ്രകാശം, വെളിവ്, വെളിച്ചം അല്ലേ? ഈ ദേവതകൾ നമ്മളിലേക്ക് നൽകുന്ന കർത്തവ്യം എന്തെന്ന് വെച്ചാൽ അവരെന്താണ്? നമ്മൾക്ക് പ്രകാശം നൽകി നമ്മളെ അനുഗ്രഹിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശിപ്പിക്കുവാൻ കഴിവുള്ള രണ്ട് ദേവതകളാണ് സൂര്യദേവനും സൂര്യദേവനും അഗ്നിദേവനും, അല്ലെങ്കിൽ അർക്കനും അനിലനും. ഇവർ ഒക്കെ വെളിവ് ഒക്കെ എന്ന് വെച്ചാൽ ഇവരെല്ലാം തുടങ്ങിയ ദേവതകൾ. അപ്പോൾ സൂര്യനും അഗ്നിയും മാത്രമല്ല, നക്ഷത്രങ്ങൾ, മറ്റു ജ്യോതിഷം അവയെല്ലാം ഈ ആദി എന്ന പദത്തിലുണ്ട്. അപ്പോൾ ആരൊക്കെയാണോ എനിക്ക് വെളിച്ചത്തെ നൽകുന്ന ദേവതകൾ, ആ ദേവതകളൊക്കെ ഗ്രഹിക്കുന്ന അതാണ് ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണ്. അതായത് നമ്മുടെ ഈ കണ്ണ്, ഈ ബാഹ്യമായ നേത്ര ഇന്ദ്രിയം, നേത്ര ഗോളകം, ആ കണ്ണിന് എനിക്ക് കാഴ്ച എന്ന അനുഭവം സിദ്ധമാകണമെങ്കിൽ അല്ലെങ്കിൽ സാധ്യമാകണമെങ്കിൽ എന്താണ്? എനിക്ക് ഒന്നെങ്കിൽ സൂര്യദേവൻ്റെ അനുഗ്രഹം വേണം, അല്ലെങ്കിൽ മറ്റ് നക്ഷത്രങ്ങളുടെ അല്ലെങ്കിൽ അഗ്നിയുടെ. ഇവരാരെങ്കിലുമൊക്കെ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ കണ്ണിന് എത്ര വലിയ കാഴ്ചയുള്ള കണ്ണാണെങ്കിൽ കൂടിയും പക്ഷേ ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിതയൊന്നും എനിക്ക് കാണാൻ സാധിക്കില്ല. കാരണം എൻ്റെ കണ്ണിന് വെളിച്ചം നൽകുന്നത് ഈ ദേവതകളാണ്. ഈ സൂര്യദേവൻ ഉദിച്ചാൽ അല്ലെങ്കിൽ അഗ്നി തെളിഞ്ഞാലേ എനിക്ക് എന്നിൽ നിന്നും അന്യമായ ഈ പ്രപഞ്ചത്തിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ കഴിവല്ല അല്ലേ? നമ്മൾ പറയും, അയ്യോ എനിക്ക് 90 വയസ്സായിട്ടും കണ്ണടയൊന്നും വെക്കേണ്ട കാര്യമില്ല, എൻ്റെ കണ്ണിന് നല്ല കാഴ്ചയാണെന്നൊക്കെ. ഇങ്ങനെ ഒരു നിമിഷം പോലും നമ്മൾ അഹങ്കരിക്കരുത് എന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. കാരണം എന്താ? ഈ ദേവതകൾ പ്രകാശം ഭൂമിയിൽ മുഴുവൻ വ്യാപിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കണ്ണ് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കാഴ്ച എന്ന അനുഭവം എനിക്ക് സാധ്യമാകുന്നത് എന്ന് പറയാണ്. അപ്പോൾ ഈ സൂര്യദേവനും അഗ്നിയുമെല്ലാം അവരുടെ ധർമ്മം ചെയ്യുന്നു. പക്ഷേ എൻ്റെ കണ്ണിന് കാഴ്ച എന്ന അനുഭവം ഇല്ലെങ്കിലോ എനിക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇത് രണ്ടും വേണം. സൂര്യദേവൻ്റെയും അഗ്നി മുതലായ ദേവതകളുടെ അനുഗ്രഹവും വേണം. അവയുടെ ധർമ്മം ചെയ്യുകയും ചെയ്യണം. അതുമാത്രമല്ല, എൻ്റെ കണ്ണിലേക്ക് പരമാത്മാവ്, അല്ലെങ്കിൽ ഇവിടെ ആ പരമാത്മ സ്വരൂപനായ നാരായണൻ എൻ്റെ കണ്ണിൽ വസിച്ചാലേ, ചൈതന്യ രൂപത്തിൽ എൻ്റെ കണ്ണിൽ നിറഞ്ഞു നിന്നാൽ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കൂ അല്ലേ? എൻ്റെ കണ്ണ് ജഡമാണെങ്കിൽ എൻ്റെ കണ്ണിന് പിന്നെ കാഴ്ച എന്ന അനുഭവം ഉണ്ടാവില്ല. തിമിരമെന്ന അന്ധത ബാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര വലിയ സൂര്യപ്രകാശത്തിൽ ഞാൻ നിന്നാലും എനിക്ക്
പ്രപഞ്ചത്തിനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ കണ്ണിന് കാഴ്ച നൽകുന്നതും അല്ലയോ ഭഗവാനെ അങ്ങ് തന്നെയാണ്. അതാണ് കണ്ണിന് കാഴ്ച എന്ന അനുഭവം സാധ്യമാക്കി തരുന്ന കണ്ണ് പരമാത്മാവ് നാരായണ അങ്ങാകുന്നു എന്ന്. ഇവിടെ കണ്ണ് എന്ന ജ്ഞാനേന്ദ്രിയത്തിലെ ഒരു ഇന്ദ്രിയൻ മാത്രമാണ് ഇവിടെ ഗ്രന്ഥകർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബാക്കി ഇന്ദ്രിയങ്ങളെയും ഇവിടെ ഓർക്കണം. എനിക്ക് ചെവിക്ക് കേൾക്കാൻ സാധിക്കുന്നത് എൻ്റെ ചെവി ജഡമല്ലാത്തത് കൊണ്ടാണ്, പരമാത്മാവ് ചെവിയിലും വസിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ സർവ്വജ്ഞാനേന്ദ്രിയങ്ങളിലും ആ ഈശ്വര ചൈതന്യം വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കാഴ്ച, കേൾവി, മണം, രുചി എല്ലാ ഇന്ദ്രിയങ്ങളും അവയുടെ ധർമ്മം ചെയ്യുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കണ്ണായിരിക്കുന്ന പരമാത്മാ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. അതിനുശേഷം പറയുന്നു, മനമാകുന്ന കണ്ണ്, എൻ്റെ മനസ്സിനും അങ്ങ് പ്രവർത്തിക്കുന്നു. ഇവിടെ ചൈതന്യം, മനമാകുന്ന കണ്ണ് എൻ്റെ മനസ്സിനനുസരിച്ച്, അതായത് എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് എൻ്റെ കണ്ണും കാതും എല്ലാ ഇന്ദ്രിയങ്ങളും പറയും. അപ്പോൾ എൻ്റെ മനസ്സ് ഓരോ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ആൾ എൻ്റെ മനസ്സാണ്. അപ്പോൾ എനിക്ക് വേണ്ടാത്തൊരു കാര്യം കാണണ്ട എങ്കിൽ എനിക്ക് കണ്ണടയ്ക്കാൻ സാധിക്കുമല്ലേ? അപ്പോൾ അതെങ്ങനെ സാധിക്കുന്നു? മനസ്സ് കണ്ണാകുന്ന ഇന്ദ്രിയത്തിനോട് പറയും, നിനക്കത് ആവശ്യമില്ല, നീ കാണേണ്ടതില്ല, നിൻ്റെ ശ്രദ്ധ മാറ്റിക്കോളൂ എന്ന് പറയുമ്പോൾ എനിക്കത് അടയ്ക്കുവാൻ സാധിക്കുന്നു. കേൾക്കുന്ന ഒരു കാര്യം അല്ലേ, നിനക്ക് ആവശ്യമില്ലാത്തതാണ് എന്ന്. അപ്പോൾ ഒരു പരിധി വരെ ഈ ഇന്ദ്രിയങ്ങളെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. എങ്ങനെ? മനസ്സാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച്, മനസ്സ് പറയുന്നതനുസരിച്ച്, ഇച്ഛയ്ക്കനുസരിച്ച് നമുക്ക് ഈ ഇന്ദ്രിയങ്ങളെ നമ്മളുടെ നിയന്ത്രണ പരിധിക്കുള്ളിൽ കൊണ്ടുവരാൻ സാധിക്കും. എല്ലായ്പ്പോഴും അത് സാധിച്ചു എന്ന് വരില്ല, പക്ഷേ ഒരു പരിധി വരെ നമ്മളാൽ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെ ഇത് സാധിക്കുന്നു? മനസ്സ് പ്രവർത്തിക്കുന്നത് കൊണ്ട്. മനസ്സ് ആരുടെ നിയന്ത്രണത്തിലാണ്? ചൈതന്യത്തിൻ്റെ, പരമാത്മാവിൻ്റെ. ഇപ്പോൾ എൻ്റെ ശരീരം ജഡമാണെങ്കിൽ എനിക്ക് എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് ചൈതന്യമുള്ളത് കൊണ്ടാണ് എനിക്കിത് സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ ശരീരത്തെ ചൈതന്യം നൽകി എന്നെ അനുഗ്രഹിക്കുന്ന അല്ലയോ പരമാത്മാ, അല്ലയോ നാരായണ, അങ്ങയ്ക്കെൻ്റെ നമസ്കാരം എന്ന് പറയും. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ, അതിനു കണ്ണായിരിക്കുന്ന, അതായത് മനസ്സിന് കണ്ണായിരിക്കുന്ന, അത് എൻ്റെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും എല്ലാത്തിനും കണ്ണ്. അതായത് ഇവിടെ മൂന്നാമത്തെ വരിയിൽ കണ്ണായിരുന്ന പൊരുൾ എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായിരിക്കുന്ന, ഏറ്റവും ഉണ്മയായിരിക്കുന്ന പരമാത്മ ചൈതന്യ താനെന്നുറയ്ക്കും. അത് താൻ തന്നെ, നാരായണൻ തന്നെ എന്ന് ഉറയ്ക്കും. എനിക്ക് ഉറപ്പാണ്, ഉറച്ച ബോധ്യമാണ്. കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും. അങ്ങാണ് ഇവിടെ താൻ എന്നാൽ ബഹുമാന സൂചകമായി തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളതിനെ മറ്റൊരു രീതിയിൽ കാണുകയും ചെയ്യരുത്. ഇവിടെ അല്ലയോ നാരായണ, ഈ വാക്കുകൾ അടുക്കാൻ വേണ്ടി ഇവിടെ എഴുത്തച്ഛൻ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ മാത്രമാണിത്. അല്ലയോ നാരായണ എന്ന് തന്നെയാണിവിടെ. ആ നാരായണനാണെന്ന് ഉറയ്ക്കും, അതായത് ഭഗവാൻ തന്നെയാണ് എന്നുള്ള ബോധം ഉറയ്ക്കുമ്പോൾ. എന്ത് ബോധം? അതായത് സൂര്യചന്ദ്രന്മാർക്ക് പ്രകാശിക്കാൻ സാധിക്കുന്നതും അവയുടെ പ്രകാശം കൊണ്ട് എൻ്റെ കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, മറ്റിന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്, എൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നത്, ഇതെല്ലാം ഈ പൊരുൾ കാരണമാണ്. ഇവിടെ പൊരുൾ എന്നാൽ ഉണ്മ, എക്സിസ്റ്റൻസ്, ചൈതന്യം എന്നുള്ള അർത്ഥമാണ്. ആ നാരായണനായ പൊരുൾ കാരണമാണ് ഇതെല്ലാം അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ആ ഉറച്ച ബോധ്യം, അതാണ് താനെന്ന് ഉറയ്ക്കും, ഇത് തന്നെയാണ് എന്നുള്ള ഉറച്ച
ബോധം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ താനെന്നുറയ്ക്കും, പരമാത്മാവ് തന്നെ എന്ന ബോധം ഉറയ്ക്കുമ്പോൾ, എൻ്റെ ബുദ്ധിയിൽ ഉറയ്ക്കണം. എൻ്റെ നിയന്ത്രണത്തിലല്ല ഇവയൊന്നും, എൻ്റെ കഴിവ് കൊണ്ടല്ല ഞാൻ കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും ജീവനോടെ നിലനിൽക്കുന്നതും ഒന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല. പരമാത്മാവ് എൻ്റെ ശരീരം മുഴുവൻ ചൈതന്യമായി, ആ പൊരുളായി ഉണ്മയായി വ്യാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നത്, അവയുടെ ധർമ്മം ചെയ്യുന്നത് എന്നുള്ള ഉറച്ച ബോധം എനിക്ക് നൽകണമേ അല്ലയോ നാരായണ. ഇങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾക്ക് ലഭിക്കുന്ന ഫലം? ആ ഫലമാണ് ഇവിടെ ഒരു ആശ്ചര്യത്തോടു കൂടി, നിങ്ങളുടെ ബുക്കിലുണ്ടോ നോക്കണം, അളവാനന്ദം എന്തു കഴിഞ്ഞൊരു ആശ്ചര്യ ചിഹ്നമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വളരെ ആശ്ചര്യത്തോടു കൂടി ഇതുവരെ കിട്ടാത്തത്, കാണാത്തത്, അനുഭവിക്കാത്തത്, ആ ഒരു അനുഭവം ലഭിക്കുന്നു ഫലമായി എന്ന് ആശ്ചര്യചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് എഴുത്തച്ഛൻ പറയാണ് അളവാനന്ദം എന്ത്. അതായത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്ര അളവിൽ ആനന്ദമാണ് ലഭിക്കുക. അതായത് ഇൻഫിനിറ്റി, നിരതിശയ ആനന്ദം, ഒരിക്കലും നശിക്കാത്ത സന്തോഷം, തൃപ്തി, ആ ഒരു അവസ്ഥയെ പ്രാപിക്കും ഞാൻ എന്ന് എഴുത്തച്ഛൻ പറയുകയാണ്. അപ്പോൾ എനിക്ക് ഒരു ബോധമുണ്ടാകണം. എന്ത് ബോധം? ഞാനല്ല, ഞാൻ വെറും യന്ത്രം, നീ ആ യന്ത്രത്തെ നിയന്ത്രിക്കുന്ന യന്ത്രി അങ്ങാകുന്നു എന്ന ഉറച്ച ബോധ്യം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താൻ എന്ന് ഉറയ്ക്കും, ആ ഒരു വാക്കാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം. ഉറച്ച ബോധം വേണം. ഇപ്പം നമുക്കൊക്കെ ബോധമുണ്ട്, പക്ഷേ ചില സമയത്ത് ആ ബോധം നഷ്ടപ്പെടും അല്ലേ. ഞാനെന്ന ഭാവം എനിക്ക് വരും, മറ്റു പല ഭോഗങ്ങളിലേക്കും നമ്മൾ വഴുതി വീണു. പക്ഷേ ഈശ്വരനാണ് എന്നെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ആ ഊണിലും ഉറക്കത്തിലും ഇടതടവില്ലാത്ത ആ ഒരു നിശ്ചയ ബുദ്ധി ഉണ്ടെങ്കിൽ, ആ ബുദ്ധിയിലേക്ക് നമ്മൾ വളരുമ്പോൾ നമുക്ക് മോക്ഷമെന്ന ആനന്ദത്തെ നേടിത്തരും എന്ന് പറയുകയാണ്. അവസാനത്തെ വരി അളവാനന്ദം എന്തു. ഇതിൽ കൂടുതൽ എന്ത് ആനന്ദമാണ് എനിക്ക് വേണ്ടത്? വേറൊന്നും വേണ്ട. ഈ ഒരിക്കലും എണ്ണിയാ തീരാത്തത്ര, അളക്കാൻ സാധിക്കാത്തത്ര ആനന്ദം എനിക്ക് ലഭിക്കും. അത് നൽകിത്തരണേ ഹരിനാരായണായ നമ. അല്ലയോ നാരായണ, ഹരി അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു, എനിക്ക് ഈ ഉറച്ച ബോധം തരണേ എന്ന്. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനം ആകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 5-ാമത്തെ ശ്ലോകം. ഹരിനാമ കീർത്തനം മിതു ചെയ്വതിന്നു. ഹരിനാമ കീർത്തനമിതതു ചെയ്വതിന്നു ഗുരു. നമ്മളതിനെ ഭേദിച്ചു പറയുമ്പോൾ ഹരിനാമ കീർത്തനം ഇത് ഉര ചെയ്വതിന്നു. ഹരിനാമ കീർത്തനം ഇത് ഉര ചെയ്വതിന്നു. ഇങ്ങനെയാണ് വാക്കുകൾ. ഗുരു അരുളാലെ ദേവകളും അരുൾ ചെയ്യുക ഭൂസുരനും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവു ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ. ഇങ്ങനെയാണ് 5-ാമത്തെ ശ്ലോകത്തിൻ്റെ വാക്കുകൾ. നമുക്കതിലേക്ക് നോക്കാം. ഹരിനാമ കീർത്തനമിതുര ചെയ്വതിന്നു ഗുരുവരുളാലെ ദേവകളും
അരുൾ ചെയ്ക ഭൂസുരനും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവു മുര ചെയ്വതിന്നരുൾക നാരായണായ നമഃ. ഹരിനാമ കീർത്തനമിത് ഉര ചെയ്വതിന്നു ഗുരു അരുളാലെ ദേവകളും അരുൾ ചെയ്ക ഭൂസുരനും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവു ഉര ചെയ്വതിന്നരുൾക നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. അല്ലയോ നാരായണ, ഞാൻ അങ്ങയെ വീണ്ടും നമസ്കരിക്കുന്നു. അപ്പോൾ ഈ പദ്യത്തിൽ എന്ത് നമസ്കാരമാണ് എഴുത്തച്ഛൻ പറയുന്നതെന്ന് നോക്കാം. ഹരിനാമ കീർത്തനം ഇത് ഉര ചെയ്വതിന്നു ഗുരു അരുളാലെ. ആ ഗുരു എന്നിടത്ത് പോസ് ചെയ്യണം. ആ ശ്ലോകത്തിലെ ഒന്നാമത്തെ വരി അവിടെ നിർത്തിയിട്ട് അരുളാലെ എന്ന് അടുത്ത വരിയിലാണ്. പക്ഷെ നമ്മൾ വ്യാഖ്യാനം കാണുമ്പോൾ ഒരുമിച്ച് കാണണം. ഗുരു അരുളാലെ ദേവകളും അരുൾ ചെയ്യുക ഭൂസുരനും. അവിടെ വരെയാണ്. നമുക്ക് നോക്കാം. ഹരിനാമ കീർത്തനം ഇത്, അതായത് ഞാൻ ഈ എഴുതുന്ന ഹരിനാമം കീർത്തനം എന്ന് പേരിട്ട ഈ ഗ്രന്ഥം അല്ലെങ്കിൽ ഈ പദ്യങ്ങളെല്ലാം ഉര ചെയ്വതിന് എനിക്ക് ഉരുവിടണം, അല്ലെങ്കിൽ എനിക്ക് പറയണം. ലോകത്തിനോട് പറയുകയാണ് ഞാൻ എൻ്റെ അനുഭവം. ആരാണ് ഹരി, ആരാണ് നാരായണൻ എന്ന് എൻ്റെ അറിവ് ഞാൻ ഉര ചെയ്യുകയാണ്, ഈ പദ്യരൂപത്തിൽ ചൊല്ലുകയാണ് ഈ കീർത്തനത്തിലൂടെ എന്ന്. ഹരിനാമ കീർത്തനം എന്ന് പേരിട്ട ഈ കീർത്തനത്തിലൂടെ ഞാൻ ഉര ചെയ്യുകയാണ്. എന്നോടും ലോകത്തോടും എൻ്റെ ശിഷ്യന്മാരോടും സജ്ജനങ്ങളോടുമെല്ലാം ഞാൻ പറയുകയാണ്, ഉരുവിടുകയാണ് ഹരിനാമ കീർത്തനം എന്താണ് എന്ന്. പക്ഷേ ഇവിടെ എഴുത്തച്ഛൻ്റെ മഹാത്മ്യം, അദ്ദേഹം മഹാശ്രേഷ്ഠനായ താപസിയാണ്, ഗുരുപരമ്പരയിൽ തന്നെ ഉള്ള മഹർഷിയാണെന്ന് നമ്മൾക്കിവിടെ വ്യക്തമാവുകയാണ് അടുത്ത വരിയിലൂടെ. ഗുരു അരുളാലെ. അല്ലയോ ഭഗവാനെ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന സജ്ജനങ്ങളെ, ഇത് എൻ്റെ കഴിവല്ല. ഞാൻ എങ്ങനെ ഈ ഗ്രന്ഥം എഴുതുന്നു, ഹരിനാമ കീർത്തനം എന്ന പേരിട്ട ഈ ഗ്രന്ഥം എൻ്റെ കഴിവല്ല, ഗുരു അരുളാലെ, ഗുരുവിൻ്റെ അരുൾ കൊണ്ടാണ്. അരുൾ എന്ന് വെച്ചാൽ ആജ്ഞ, അനുഗ്രഹം എന്നീ അർത്ഥങ്ങളാണ്. അപ്പോൾ ഗുരുവിൻ്റെ, എൻ്റെ ഗുരുക്കന്മാരുടെ, അപ്പോൾ എഴുത്തച്ഛൻ്റെ ഗുരുവായ തമിഴ്നാട്ടിൽ പോയി പഠിച്ചപ്പോൾ ലഭിച്ച ഗുരുക്കന്മാരോ അല്ലെങ്കിൽ അമ്മാവനായ ഗുരുവോ അല്ലെങ്കിൽ നാരായണൻ തന്നെ. എഴുത്തച്ഛന് ഒരു വ്യക്തിയല്ല ഗുരു, പ്രപഞ്ചം മുഴുവൻ ഗുരുവാണ്. ആ ഒരു ശ്രേഷ്ഠനായ പദവിയിലിരിക്കുന്ന അല്ലെങ്കിൽ ശ്രേഷ്ഠതയെ പ്രാപിച്ച ഒരാളാണ് എഴുത്തച്ഛൻ. അപ്പോൾ ഇവിടെ ഒരു ഗുരു എന്ന ഒരു വ്യക്തിയല്ല, സർവപ്രപഞ്ചവും ഗുരു തന്നെ, പരമാത്മാ ചൈതന്യത്തിനെ ഇവിടെ പറയുന്നു. ആ ഗുരുവിൻ്റെ ആജ്ഞയാണ്, ആ ഗുരു തന്നെയാണ് എഴുതുന്നത്. ഞാൻ വെറും ഒരു ഉപകരണമായിക്കൊണ്ട് ഈ പദ്യങ്ങൾ ചൊല്ലുന്നു എന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ കഴിവല്ല എന്ന്. ഇതാണ് ഒരു ഉത്തമ ശിഷ്യൻ്റെ ലക്ഷണം. ഞാൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ലോകത്തിന് ഹിതമായി ഭവിക്കണമെങ്കിൽ ആ ഗുരു അനുഗ്രഹം ഉണ്ടായേ മതിയാകൂ. അതുകൊണ്ട് ഞാൻ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ സ്തുതിയാണ് ഞാൻ ഈ കീർത്തനങ്ങളിലൂടെ നടത്തുന്നത്. അത് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഗുരുക്കന്മാരാണ്. അവരുടെ അരുൾ കൊണ്ട്, ആജ്ഞ അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. ഹരിനാമ കീർത്തനമിത് ഉര ചെയ്വതിന്നു ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്യുക ഭൂസുരനും
പിന്നെ എനിക്ക് ആരുടെയൊക്കെ അനുഗ്രഹമുണ്ട്? ദേവതകളുടെ അനുഗ്രഹമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ സഹായിച്ചാലേ ഈ ഗ്രന്ഥപഠനം അല്ലെങ്കിൽ ഈ കീർത്തന ആലാപനം അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിക്കൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് കാണുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൈ പ്രവർത്തിക്കുന്നു, കാല് പ്രവർത്തിക്കുന്നു, അല്ലേ? ഈ എല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമെല്ലാം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ കർത്തവ്യം ചെയ്യാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു? ഈ ഇന്ദ്രിയങ്ങളിൽ കുടികൊള്ളുന്ന ദേവതകൾ അനുഗ്രഹിക്കുന്നത് കൊണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് എഴുതുകയാണ്. അപ്പോൾ എഴുതാൻ കൈ വേണം. കൈയുടെ ദേവത ഇന്ദ്രൻ, അല്ലേ? നല്ല ബാഹുക്കൾ നൽകി, അതിന് ബലം നൽകി ഇത് പഠിക്കാൻ സഹായിച്ചു. കാല്, അദ്ദേഹം നടന്ന് തമിഴ്നാട്ടിൽ പോയി പഠിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ആ പഠനത്തിന് യാത്രയ്ക്ക് സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ പാദമാണ്, അല്ലേ? പാദയോ വിഷ്ണുഹു. അങ്ങനെ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം. അങ്ങനെ സർവ്വ ഇന്ദ്രിയങ്ങളിലും കുടികൊള്ളുന്ന സർവ്വദേവതകളും അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഈ ഹരിനാമ കീർത്തനം എന്ന് പേര് കൊടുത്ത ഈ ശ്ലോകങ്ങൾ എനിക്ക് രചിക്കാൻ സാധിച്ചത്. പിന്നെ സൂര്യദേവൻ പ്രകൃതി മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട്, അല്ലേ? പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ട്, അങ്ങനെ എല്ലാ ദേവതകളുടെയും അനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിക്കുന്നത്. അതാണ് ദേവതകളും അരുൾ ചെയ്യുക. ഇവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് സാധിക്കുന്നത്. അടുത്തത് പറയുന്നു ഭൂസുരന്മാർ. ഭൂസുരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമിയിൽ തന്നെ സത്വഗുണമുള്ളവർ, അവരെയാണ് ഭൂസുരൻ. ബ്രാഹ്മണൻ എന്നൊരു പര്യായമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സജ്ജനങ്ങളെയെല്ലാം ഭൂസുരൻ എന്ന് വിളിക്കും. അപ്പോൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് എഴുത്തച്ഛൻ കടന്നു പോയത്. അദ്ദേഹത്തിന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദുഃഖം, മരണം വരെ അദ്ദേഹം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിച്ചു കൂട്ടിയത്. അപ്പോൾ ഈ പ്രതിസന്ധിയെയൊക്കെ മറികടക്കുവാൻ അദ്ദേഹത്തിനെ സഹായിച്ചത് സജ്ജനങ്ങളാണ്, അല്ലേ? ഒരുപാട് നാടുകളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം നൽകിയവർ, ജലം നൽകിയത്, കടക്കാൻ സ്ഥലം നൽകിയവർ, അല്ലേ? അദ്ദേഹത്തിനെ സഹായിച്ചവർ, അങ്ങനെ എല്ലാ സജ്ജനങ്ങളും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നന്ദി പറയുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. ഈ ഗ്രന്ഥം എഴുതുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവല്ല, എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ച സർവ്വസജ്ജനങ്ങളുമാണ്. എൻ്റെ ഗുരുക്കന്മാർ, പ്രകൃതി മുഴുവൻ, എൻ്റെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന സർവ്വദേവതകളും, അവർക്ക് അടിസ്ഥാനമായ പരമാത്മ ചൈതന്യവും, എല്ലാവരും അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഗ്രന്ഥം രചിക്കാൻ സാധിക്കുന്നത്, എനിക്ക് അരുൾ ചെയ്യാൻ, എനിക്ക് ഉര ചെയ്യുവാൻ സാധിക്കുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നു, നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിന്നരുളുക നാരായണായ നമ. അവിടെയും നിർത്തുന്നില്ല. മൂന്നാമത്തെ വരി 3ഉം 4ഉം കൂടെ ഒരുമിച്ച് തന്നെയാണ്. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിന്നരുളുക നാരായണായ നമ. അല്ലയോ നാരായണ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. നരനായി ജനിച്ച ഭൂമി, ഈ ഭൂമിയിൽ ഞാൻ എങ്ങനെയാണ് ജനിച്ചത്? നരനായി, മനുഷ്യനായിട്ടാണ്, അല്ലേ? എഴുത്തച്ഛൻ എന്ന പേരോടുകൂടി ഒരു സാധാരണ മനുഷ്യനായിട്ട് ഞാൻ ജനിച്ചത്, അല്ലേ? മരണം ഭവിപ്പളവ്, മരിക്കുന്നത് വരെ ഞാൻ എങ്ങനെയാണ്? ജനനം മുതൽ മരണം വരെ മനുഷ്യനെന്ന രൂപത്തിലാണ്, അല്ലേ? മനുഷ്യ ശരീരിയായിട്ടാണ് ഈ ഭൂമിയിൽ നരനായി ജനിച്ചു. ഈ നരനായ ഞാൻ മരണം ഭവിപ്പളവ്, എന്നാണോ എനിക്ക് മരണം സംഭവിക്കുന്നത് അതുവരെ ഉര ചെയ്യുവതിന്, എനിക്ക് ഉര ചെയ്യുവാന്ന് വെച്ചാൽ കീർത്തിക്കുക, ആലപിക്കുക, സ്തുതിക്കുക, പാടുക എന്നുള്ള അർത്ഥമാണ് ഉര ചെയ്യുക എന്ന്. ഉരുവിടുക, എന്ത്? ഭഗവാന്റെ നാമം ഉരുവിടണം.
അതാണ് എൻ്റെ ലക്ഷ്യം. ഈ ഹരിനാമ കീർത്തനം എന്ന ഗ്രന്ഥരചന കൊണ്ട് എൻ്റെ ലക്ഷ്യം എന്താണ്? എനിക്ക് മരിക്കുന്നത് വരെ അങ്ങയെ സ്തുതിക്കണം, അങ്ങയുടെ നാമം ഉര ചെയ്യണം. അതുകൊണ്ട് അരുൾക, ഉര ചെയ്വതിന് അരുൾക, ഉര ചെയ്യുന്നതിന്, ഉരുവിടുന്നതിന്, കീർത്തിക്കുന്നതിന് അരുൾക. അരുൾക എന്ന് വെച്ചാൽ അനുഗ്രഹിക്കണേ. നാരായണായ നമഃ. ഭഗവാനെ നാരായണ, എന്നെ അതിന് സഹായിക്കണേ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ ഒരു സംഗ്രഹം എന്തെന്ന് വെച്ചാൽ, അല്ലയോ നാരായണ, ഞാൻ ഹരിനാമ കീർത്തനം എന്ന ഗ്രന്ഥം എഴുതാൻ പോവുകയാണ്. അത് എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ എഴുതുന്നത്. ദേവതകളുടെയും ഭൂസുരന്മാരുടെയും ഗുരുപരമ്പരകളുടെയും എല്ലാവരുടെയും അനുഗ്രഹവും ആജ്ഞയും കൊണ്ടാണ് ഞാനത് എഴുതുന്നത്. എന്തിനു വേണ്ടി ഞാൻ എഴുതുന്നു? ഞാൻ എൻ്റെ പ്രാരാബ്ധം കൊണ്ട് ഒരു ദുഃഖശരീരിയായി ഈ ഭൂമിയിൽ ജനിച്ചു. ഈ ശരീരം എടുക്കേണ്ടതായി വന്നു. ഇനി എനിക്ക് ഈ ദുഃഖം താങ്ങാൻ സാധിക്കുന്നില്ല. എനിക്ക് അതുകൊണ്ട് എനിക്ക് രക്ഷ നേടണം മരിക്കുന്നതിന് മുമ്പ് ഈ ശരീരത്തിൽ നിന്നും, ശരീരപ്രാരാബ്ധത്തിൽ നിന്നും. അതുകൊണ്ട് മരിക്കുന്നവരെ അങ്ങയുടെ നാമം കീർത്തിക്കുവാൻ എനിക്ക് സാധ്യമാകണേ. അതിനു വേണ്ടി ഞാൻ ഈ ശ്ലോകങ്ങൾ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അല്ലയോ നാരായണ, എനിക്കിത് പൂർത്തീകരിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം നൽകിയാലും എന്ന് പറയുകയാണ്. ഹരിനാമ കീർത്തനമിതുര ചെയ്വതിന്നു ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്ത ഭൂസുരനും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവു ഉര ചെയ്വതിന്നരുൾക. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി. നാരായണായ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് അടുത്ത ശ്ലോകം മുതൽ അതിൻ്റെ വ്യാഖ്യാനം കാണാം. എല്ലാവർക്കും നമസ്തേ, പ്രണാമം.